ബീറ്റ്സിൻ്റെ മറ്റൊരു സിമ്പിൾ ആൻഡ് ഈസി ഡെസേർട്ട് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 10 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്, ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, ഒരു 3 കപ്പ് പാല്. ഇത് മൂന്നും കൂടി നമുക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാലും ഈത്തപ്പഴവും കസ്റ്റാർഡ് പൗഡറും കൂടി നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് അരിച്ചെടുത്തതാണ്. ഇനി നമുക്കൊരു പാൻ എടുത്ത് വെച്ച് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നമ്മുടെ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം. അപ്പോൾ ഈ ട്രേയിലേക്ക് നമുക്ക് നമ്മുടെ ഡെസേർട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ട്രേയിൽ ആദ്യം ഒന്ന് അടുക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു 5 പഴം വട്ടത്തിൽ മുറിച്ചെടുത്താണ്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ഇതൊന്ന് അടുക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് മധുരത്തിന് വേണ്ടി ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഈത്തപ്പഴത്തിൻ്റെയും എല്ലാത്തിൻ്റെയും സ്വീറ്റ് മാത്രമേ ഇതിനകത്തുള്ളൂ. മധുരം ആവശ്യമുള്ളവർക്ക് ആഡ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.